ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമച്ചനും ദേവികയും സംസാരിക്കുന്നതെല്ലാം തന്നെ ശരത്ത് കേൾക്കുകയാണ്. അങ്ങനെ ശരത്ത് മാമച്ചനെ പിന്തുടർന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അയാളെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ ദേവികയെ കാണാൻ വേണ്ടി വന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെയൊക്കെ കൈക്കൂലി കൊടുത്താലുണ്ടോ ദേവിക വാങ്ങുക? ഇന്നിപ്പോൾ ഒളി ക്യാമറയൊക്കെ ഉള്ളതല്ലേ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആ ബില്ല് പാസ്സാവണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ തന്നെ നിങ്ങൾക്ക് ശരിയാക്കി തരാം. അതെങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ദേവിക മാഡം എന്നെ കടിച്ചു കീറാനല്ലേ വന്നത്, പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ ബില്ല് പാസ്സാക്കിയെടുക്കും? അതൊക്കെ നിങ്ങളോടല്ലേ കടിച്ചു കീറുന്നത്, എന്നോടങ്ങനെ ദേവിക കടിച്ചു കീറത്തൊന്നുമില്ല. നിങ്ങളാദ്യം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ തുക എനിക്ക് തന്നാൽ മതി, ഞാൻ നിങ്ങളുടെ ബില്ല് പാസ്സാക്കിപ്പിച്ച് തരാം. അപ്പോൾ അയാൾക്കൊരു സംശയം വരികയാണ്, നിങ്ങളെന്തിനാ സംശയിക്കുന്നത്? അല്ല, നിങ്ങളെ എനിക്കിതുവരെ പരിചയമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? നിങ്ങൾ ആദ്യം എനിക്ക് അഡ്വാൻസ് തുക താ, ഞാൻ നിങ്ങളുടെ ബില്ല് പാസ്സാക്കിപ്പിച്ച് തരാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് മാമച്ചൻ അഡ്വാൻസ് തുക ശരത്തിന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവിക അറിയാതെ ശരത്ത് ദേവികയ്ക്കിട്ടൊരു പണി കൊടുക്കുകയാണ്. മാമച്ചൻ്റെ കയ്യിൽ നിന്നും തുക വാങ്ങിയിട്ടാണ് ശരത്ത് ഇനി തിരിച്ചു പോകുന്നത് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വാടക തുക തന്നിരിക്കണമെന്ന് ദേവിക പറഞ്ഞതുകൊണ്ട് ഈ തുക വെച്ചാണ് ഇനി ശരത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ പോകുന്നത്. പിന്നീട് അക്ഷരയും നിരഞ്ജനും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ശ്രുതിമോളുടെ സ്കൂളിൽ ഇന്ന് മീറ്റിംഗ് ഉള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണേ, എനിക്കെന്തായാലും ഇന്ന് നിന്നോടൊപ്പം വരാൻ കഴിയില്ല, കാരണം എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ശ്രുതിമോളുടെ കാര്യത്തിന് നമ്മൾ ഒരുമിച്ച് പോവേണ്ടതുണ്ടല്ലോ, നിങ്ങൾ അതിനൊക്കെ വരാറുള്ളതാണല്ലോ, പിന്നെ ഇപ്പോൾ ഇന്ന് എന്താ തടസ്സം പറയുന്നത്? ഞാൻ പറയുന്നത് അക്ഷര നീ കേൾക്ക്, എനിക്കിന്ന് മീറ്റിംഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അക്ഷരയ്ക്ക് പറയണം, മീറ്റിംഗ്? എന്ത് മീറ്റിംഗ് ആണ്? അതെന്താ നിന്നോട് പറയണമെന്നുണ്ട്? എനിക്കറിയാം ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല, പക്ഷേ നിങ്ങൾ ശ്രുതിമോളുടെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ശ്രുതിമോളുടെ സ്കൂളിലെ മീറ്റിങ്ങിന്, പാരൻറ്റ് മീറ്റിങ്ങിന് അച്ഛനും അമ്മയും ഒരുമിച്ച് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതിന് അച്ഛൻ മരിച്ചു എന്നങ്ങ് കരുതിയാൽ മതി. അക്ഷര പറയണേ, നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാത്ത ആളാണ്. നിങ്ങളെ കല്യാണം കഴിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കിട്ടിയ ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചത്. പക്ഷേ ഇടയ്ക്ക് വെച്ചാണ് നിങ്ങളുടെ ഈ സ്വഭാവത്തിലുള്ള മാറ്റം വന്നത്. അത് എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ പറഞ്ഞ് ചെറുതാവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളിപ്പോൾ എന്നോട് ഈ കാണിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തുടർന്നോളൂ, പക്ഷേ തെറ്റാണ് എന്ന് നിങ്ങളുടെ മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കണ്ടല്ലോ. അക്ഷര ചോദിക്കുമ്പോൾ നിരഞ്ജൻ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അക്ഷര വിഷമത്തോടു കൂടി അങ്ങ് പോവാണ്. അപ്പോൾ നിരഞ്ജൻ്റെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നതൊക്കെ കാഞ്ചന കേൾക്കുന്നുണ്ട്. അങ്ങനെ അക്ഷരയുടെ അടുത്തേക്ക് കാഞ്ചന ചെന്ന് പറയുകയാണ്, നിരഞ്ജന് തിരക്കാണെങ്കിൽ സാരമില്ല, അവൻ പോട്ടെ, നീ ഇപ്പോൾ തൽക്കാലം വിശാലമായിട്ട് പൊയ്ക്കോ. എങ്ങനെ? ഞാനെങ്ങനെ വിശാലമായിട്ട് പോകുന്നു? വിശാലിനെ ആരായിട്ട് ഞാൻ പരിചയപ്പെടുത്തണം? അപ്പച്ചി എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് പകരം ഞാൻ വിശാലമായിട്ട് പോകുമെന്നാണോ അപ്പച്ചി കരുതിയിരിക്കുന്നത്? എങ്കിൽ അപ്പച്ചിക്ക് തെറ്റി. അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഈ ലോകത്ത്. അച്ഛൻ മരിച്ചവരും അമ്മ മരിച്ചവരും ഒക്കെ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തനിച്ച് പൊയ്ക്കോളാം. ഈ അക്ഷര എന്തെങ്കിലും അറുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റിയത് തന്നെയാണ്, പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ ഈ അക്ഷരയെ നിൽക്കില്ല. അവളെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. വിശാലിനെ വെറുതെ പിണക്കാൻ നിൽക്കണ്ട, നിനക്ക് അത് ഭാവിയിൽ ഗുണം ചെയ്യും. ഇല്ല, എനിക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടിയുമില്ല. എത്രയോ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്നു, അതുപോലെ എനിക്ക് തനിച്ച് താമസിക്കാനുള്ള ധൈര്യമുണ്ട്. അപ്പോൾ അപ്പച്ചി ചോദിക്കും, എന്തിനാണ് വിശാലിനെ പിന്നെ ഇടയ്ക്ക് നീ വിളിക്കുന്നത് എന്ന്? അതൊരു ഫ്രണ്ട് എന്ന നിലയിൽ മാത്രമാണ് ഞാൻ വിശാലിനെ വിളിക്കുന്നത്, അല്ലാതെ എൻ്റെ ശ്രുതിമോളുടെ അച്ഛൻ എന്ന സ്ഥാനത്ത് ഞാൻ വിശാലിനെ ഒരിക്കലും കാണുകയുമില്ല. എൻ്റെ ശ്രുതിമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഒരേ ഒരാൾ മാത്രമുള്ളൂ, അത് നിരഞ്ജൻ മാത്രമാണ്. നീ പറയുന്നത് പോലെ എനിക്കത്ര വിദ്യാഭ്യാസമൊന്നുമില്ല, നിൻ്റെ അത്ര അറിവോ വിവരമോ ഒന്നും തന്നെ എനിക്കില്ല. പക്ഷേ ശ്രുതിമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് വിശാൽ വരണമെന്നാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ നീ എത്ര വെല്ലുവിളിച്ചിട്ടും വാശി പിടിച്ചിട്ടും കാര്യമില്ല, വിശാൽ തന്നെ വന്നിരിക്കുമ്പോൾ. അക്ഷര പറയണ, ദൈവം അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഒരിക്കലും വരുത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നും പറഞ്ഞ് അക്ഷര ശ്രുതിമോളെയും കൊണ്ട് പാരൻസ് മീറ്റിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജന മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത് പോലെയും ആഗ്രഹിക്കുന്നത് പോലെയും നടക്കില്ലേ എന്നുള്ള സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പിന്നീട് പ്രേമയ്ക്ക് ചന്ദ്ര വെള്ളം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു അവിടേക്ക് വരികയാണ്, ചേച്ചി ഞാൻ കോടതിയിലേക്ക് പോവുകയാണ്, വിഷ്ണുവിൻ്റെ ജാമ്യാപേക്ഷ കൊടുക്കുന്ന ദിവസമാണ്, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കും, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, എങ്കിൽ ഞാനുമുണ്ട് കോടതിയിലേക്ക്. ഈ കോടതിയിലേക്ക് വരണമെന്നില്ല, ഇനിയിപ്പോൾ വരുന്നതിൽ എനിക്ക് തടസ്സവുമില്ല, എങ്കിൽ ശുഭവാർത്ത ഉണ്ടാവട്ടെ സിദ്ധു. സിദ്ധു പറയണേ, എനിക്കിതൊരു ശുഭവാർത്തയൊന്നുമല്ല, എനിക്ക് യഥാർത്ഥ ശുഭവാർത്ത ഡിവോഴ്സ് ലഭിക്കുന്ന അന്നാണ്. പ്രേമ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുകയാണ്, അല്ല ആരാണാവോ ഈ വിഷ്ണു? അപ്പോൾ ചന്ദ്ര പറയണ, അതൊക്കെ ഉണ്ട്, അല്ല ആരാണെന്നുള്ളത് പറയേ, എനിക്കും അറിയണ്ടേ. അത് പിന്നെ എന്ന് പറഞ്ഞ് ചന്ദ്ര പതർച്ചയോട് കൂടി പറയും, പിന്നെ പറയും മുഴുവനാക്ക്, ഞാൻ കേൾക്കട്ടെ, എനിക്കും അറിയണല്ലോ ഈ വിഷ്ണു ആരാണെന്നുള്ളത്.
അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. നിൻ്റെ ഫ്രണ്ടോ? അതെ, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവനിപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ജയിലിലാണ്. അവനൊരു പാവമാണ്. അത് കേട്ടപ്പോൾ സിദ്ധു പറയണേ, ചെയ്യാത്ത കുറ്റമോ? അവൻ വ്യാജ മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടല്ലേ വക്കീൽ കോട്ടിട്ട് നടന്നത്. എന്നിട്ട് എന്തിനാണ് നീ കള്ളം പറയുന്നത്? പിന്നെ സിദ്ധു എന്തിനാണ് വെറുതെ ചേച്ചിയെ ഇതൊക്കെ അറിയിക്കുന്നത്? ചേച്ചി അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ചേച്ചി, അവനൊരു ഒന്നാന്തരം ഫ്രോഡ് തന്നെയാണ്. അവനുമായിട്ടാണ് ഇവൾക്ക് കൂട്ട്. ആണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ പ്രേമ പറയണം, അതൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തോളാം മോനെ, നീ എന്തായാലും കോടതിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് സിദ്ധുവിനെ പറഞ്ഞു വിടാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്രയോട് പറയണേ, നീ ഒന്ന് എൻ്റെ അടുത്തേക്ക് വന്നേ. അപ്പോൾ എന്താ ചേച്ചി, ഒന്നുകൂടി അടുത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് വലത്തേക്ക് അവളത്തേക്ക് ഒരടി അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ പ്രേമ. അപ്പോൾ പ്രേമ അടിച്ചതോടുകൂടി ചന്ദ്ര പെട്ടെന്ന് അങ്ങ് ഞെട്ടിട്ട്, എന്തിനാണ് നിങ്ങൾ എന്നെ അടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇടത്തെ കൈ വെച്ച് വീണ്ടും ഇടത്തെ കവളിലേക്ക് ഒന്നങ്ങ് കൊടുക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്നെ അടിച്ചത്? നീ ഇപ്പോൾ 2 കള്ളമാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് നീ പറഞ്ഞു സിദ്ധു നിൻ്റെ ഫ്രണ്ടാണെന്നുള്ളത്. നിൻ്റെ ഫ്രണ്ടാണോ സിദ്ധു? പിന്നെ മറ്റൊന്ന് നീ പറഞ്ഞതോ അവൻ തെറ്റും ചെയ്യാതെയാണ് അകത്ത് കിടക്കുന്നത് എന്ന്. അങ്ങനെ 2 നുണ നീ എന്നോട് പറഞ്ഞില്ലേ? അങ്ങനെ നുണ പറയാനൊന്നും എൻ്റെ മുന്നിൽ നിൽക്കണ്ട. പിന്നെ നിൻ്റെ ഫ്രണ്ട് തന്നെയാണോ വിഷ്ണു? അത് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് ചന്ദ്രൻ ഞെട്ടിപ്പോവട്ടെ. പറയടി, സത്യം പറയടി, നിൻ്റെ ഫ്രണ്ട്? അതെ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. നീ സത്യം പറഞ്ഞോ? പിന്നെ ആരാണെന്നാ പ്രേമിച്ച് പറഞ്ഞു വരുന്നത്? അവനൊരു ഫ്രോഡാണ്. ആ ഫ്രോഡ് നിൻ്റെ ഫ്രണ്ട് ആകുമോ? അപ്പം നീയും ഒരു ഫ്രോഡാണോ? ആണോടി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര അയ്യോ അല്ല എന്ന് പറയുമ്പോൾ, അപ്പം പിന്നെ വിഷ്ണു നിൻ്റെ ഫ്രണ്ട് ആണോടി? അതെ, അത് പിന്നെ അല്ല അല്ല എന്നങ്ങ് പതർച്ചയോട് കൂടി പറയട്ടോ. പിന്നെ വിഷ്ണു നിൻ്റെ ആരാണെന്ന് വീണ്ടും പ്രേമ ചോദിക്കുമ്പോൾ അല്ല, എൻ്റെ ഫ്രണ്ട് അല്ല. ആ അങ്ങനെ, ഇപ്പോഴാണ് നീ പറഞ്ഞത് ശരിയായത്. അപ്പോൾ പിന്നെ നീ എന്തിനാണ് ഫ്രണ്ട് അല്ലാത്ത ഒരുത്തന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തായാലും അതിനുള്ള ഉത്തരം പിന്നെ കണ്ടുപിടിക്കാം. ആദ്യം നീ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ പ്രേമയ്ക്കുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം നിരഞ്ജനാണെങ്കിൽ അക്ഷര തനിച്ചു പോയതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. അങ്ങനെ വിശാലിനെ വിളിക്കുകയാണ്. എന്നിട്ട് വിശാലിനോട് പറയണേ, വിശാൽ, എനിക്ക് വേണ്ടി നീ ഒരു സഹായം ചെയ്യുമോ? എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്? ഞാൻ ഡോക്ടർക്ക് വേണ്ടി എന്ത് ചെയ്യുമല്ലോ. എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അക്ഷരയ്ക്ക് ഇന്ന് ശ്രുതിമോളുടെ മീറ്റിംഗ് ആണുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിലോ അവളോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരിടം വരെ പോകണം. അതുകൊണ്ട് നീ ഒന്ന് കൂട്ടുപോകുമോ? അത് പിന്നെ അക്ഷര സമ്മതിക്കുമോ? അക്ഷര സമ്മതിക്കും. അതിനൊന്നും അക്ഷരയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല. വിശാൽ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്യുമോ? അതിനെന്താ ഡോക്ടർ, ഞാൻ ഉറപ്പായിട്ടും പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പോഴത്തേക്കും അക്ഷര അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. എന്നിട്ട് അക്ഷര എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അക്ഷര ശ്രുതിമോളെയും കൊണ്ട് സ്കൂളിലേക്ക് പോയല്ലോ മോനെ എന്ന് കാഞ്ചന പറയുമ്പോൾ, അത് പിന്നെ എന്നോട് നിരഞ്ജൻ ഡോക്ടറാണ് വിളിച്ചു പറഞ്ഞത് അക്ഷരയെ തനിച്ചു വിടണ്ട, ഞാനും കൂടി കൂട്ടു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടിപ്പോൾ എന്താ അക്ഷര തനിച്ചു പോയത്? അപ്പോൾ ജയശങ്കർ പറയണ, അവൾ എൻ്റെ മോളാണ്, അതുകൊണ്ട് അവൾക്ക് ആരുടെയും ഒരു കൂട്ടും വേണ്ട. ഞാൻ നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വന്നത്. എൻ്റെ മോൾക്ക് അങ്ങനെ സഹായം വേണ്ട നിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ, അത് അങ്ങളല്ല പറയേണ്ടത്, അക്ഷരയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ജയശങ്കറിൻ്റെ ഉത്തരം മുട്ടി പോവാണ്. ഈ സമയം ചന്ദ്ര പ്രേമയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കൊടുന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് ചായ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ പെട്ടെന്ന് പോയി ചായ ഉണ്ടാക്കി കൊണ്ടുപോടി എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പോയ ഗ്യാപ്പിൽ പ്രേമയുടെ മുടി, തലയിൽ നിന്നുള്ള മുടി പറിക്കുകയാണ്. എന്നിട്ട് ആ ചിക്കൻ കറിയിലേക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് ഡീ ചന്ദ്ര, നീ ഇവിടെ വാടി എന്ന് പറഞ്ഞ് അലർച്ചയോടുകൂടി വിളിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രയോട് പറയും, ഇത് എന്താടി? അത് പിന്നെ ചിക്കൻ കറി ചേച്ചി. ഇത് ചിക്കൻ കറിയാണോ? ഇതെന്താടി? ഇതിലെന്താടി നീ മുടി ഇട്ടിരിക്കുന്നത്? മുടിയോ? ഞാൻ കണ്ടിട്ടില്ല ചേച്ചി. പോയിട്ടേക്കും ഈ ബഹളം കേട്ട് അച്ഛനും രംഗനൊക്കെ വരികയാണ് കേട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോൾ, ദേ ഈ കറിയിൽ നിറയെ മുടിയാണ്, എങ്ങനെ കഴിക്കാനാണ്? ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല. ഇവൾക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ക്യാപ്പ് ഇട്ടാൽ എന്താ? എന്നാൽ പിന്നെ ഇങ്ങനെ മുടിയൊന്നും വരില്ലല്ലോ. അപ്പോൾ രംഗം പറയണം, അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ മുടിയൊന്നും വരില്ലല്ലോ. നിങ്ങളെന്തായാലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല. നന്നായുള്ളൂ, ആ കറി കഴിക്കേണ്ട, അതിൽ മുഴുവനും മുടിയാണ്, അത് ഞാൻ കളയാൻ പോവുകയാണ്. അപ്പോൾ ചന്ദ്ര, അത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, നീ മര്യാദക്ക് പോയി വേറെ കറി ഉണ്ടാക്കിക്കൊള്ളുണ്ടോ? അയ്യോ, എനിക്ക് കോടതിയിലേക്ക് പോകണം, വിഷ്ണുവിന് ഇന്ന് ജാമ്യം കിട്ടുന്ന ദിവസമാണ്. നീയല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് വിഷ്ണു എൻ്റെ ആരുമല്ല എന്ന്? പിന്നെ എന്തിനാണ് നീ കോടതിയിലേക്ക് പോകുന്നത്? അത് പറ്റില്ല, എനിക്ക് കോടതിയിലേക്ക് പോയേ പറ്റൂ. എങ്കിൽ നീ ആദ്യം കറി ഉണ്ടാക്കിയിട്ട് തന്നെ പോയാൽ മതിയടി എന്ന് പറഞ്ഞ് ചിറിയിലേക്ക് ഒരു കുത്തങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പ്രേമ. അതോടുകൂടി ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യപ്പെടുകയാണ്. നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും എന്ന് പറയുമ്പോൾ, നീ പോയി കറി ഉണ്ടാക്കി
ഉണ്ടാക്കടി എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുകയാണ്. അതോടുകൂടി ചന്ദ്ര വിഷമത്തോടും ദേഷ്യത്തോടു കൂടി അടുക്കളയിലേക്ക് പോവാട്ടോ. അപ്പോഴാണ് ദേവിക അവിടേക്ക് വരുന്നത് കാണുന്നത്. അപ്പോൾ ദേവികയെ കണ്ടപ്പോൾ ചന്ദ്ര പറയണ, ഹൗ നീ വന്നത് നന്നായുള്ളൂ, പ്രേമേച്ചിക്ക് കറി ഉണ്ടാക്കണത്ര. ഏട്ടും കൊണ്ട് പ്രേമ അവിടേക്ക് വരികയാണ്. എന്താ പ്രേമേച്ചി, ഇവളെന്താ പറയുന്നത്, പ്രേമേച്ചിക്ക് കറി ഉണ്ടാക്കി തരണം ഞാനെന്നാണല്ലോ. അതിന് ഞാൻ ഇവളോടാണ് കറി ഉണ്ടാക്കാൻ പറഞ്ഞത്, അല്ലാതെ ദേവികയോടല്ല. അതുകൊണ്ട് ഇവൾ കറി ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ചന്ദ്ര പറയണേ, അതിന് കറി ആരുണ്ടാക്കിയാൽ എന്താ പ്രേമേച്ചി, നിങ്ങൾക്ക് കറി കിട്ടിയാൽ പോരെ, അതിപ്പോൾ ദേവിക ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം, നിന്നോടല്ലടി ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നീ ഉണ്ടാക്കിയിട്ട് മതി നിൻ്റെ കോടതിയിലേക്കൊക്കെ പോവല് എന്ന് പറഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ, എന്തൊരു ശല്യമാണ്. എന്താടി നീ പറഞ്ഞത്, ഞാൻ ശല്യമാണെന്നോ? നിന്നെ ഞാനുണ്ടല്ലോ, നിനക്ക് കിട്ടിയതൊന്നും പോരെ, ഞാനെന്താ നിങ്ങളുടെ അടിമയൊന്നുമല്ല. എടി നീ എൻ്റെ അടിമ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ മര്യാദയ്ക്ക് കറി ഉണ്ടാക്കിക്കോ. അല്ല എന്നുണ്ടെങ്കിൽ നീ ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അത് പിന്നെ എനിക്ക് കോടതിയിലേക്ക് പോവണ്ടേ? അപ്പോൾ ദേവിക പറയണ, നിനക്ക് എന്താ പ്രശ്നം, കോടതിയിലേക്ക് പോവണം അത്രയല്ലേ ഉള്ളൂ, എങ്കിൽ ഞാൻ പൊയ്ക്കോളാം നിനക്ക് പകരം കോടതിയിലേക്ക്. അതെങ്ങനെ, ഞാൻ പോകുന്നതിന് പകരം നീ പോയാൽ എങ്ങനെയാണ് ശരിയാവുക? അതെന്താ, ഞാൻ പോയാൽ എന്താ, കോടതിയിൽ എന്തായാലും വിധി പറയുന്നത് എന്തായാലും നീ പോയാലും ഞാൻ പോയാലും അത് മാറിപ്പോവാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെയല്ല, എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കാണാമല്ലോ. ഇതിനാടി നീ വിഷ്ണുവിനെ കാണുന്നത്, നിന്നോടല്ലടി ഞാൻ പറഞ്ഞത്. അപ്പോൾ ദേവിക പറയണം, അതെങ്ങനെ ശരിയാവും ചേച്ചി, അവൾക്ക് വിഷ്ണുവിനെ കാണാൻ വേണ്ടി പോകുന്നത്, അവർ രണ്ടും ഒരു തോണിയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരല്ലേ, അപ്പം പിന്നെ അവൾക്ക് കാണാൻ പോവാൻ ആഗ്രഹമുണ്ടാവും, അതായിരിക്കും. പ്രേമ പറയണേ, നീ കോടതിയിലേക്ക് പോവണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക, ആദ്യം നീ പോയി കറി ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും നിങ്ങളുടെ അവസാനം എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും, നിങ്ങളെ ഞാൻ തന്നെ ആയിരിക്കും കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര ദേഷ്യം പിടിച്ച് പോകുന്നത്. ചന്ദ്രയുടെ ആ പോക്കും പെരുമാറ്റവും ഒരുപാട് ബുദ്ധിമുട്ടുന്നതൊക്കെ കാണുന്ന സമയത്ത് ദേവികയും പ്രേമയും പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് പ്ലാനുകളൊക്കെ വർക്കാവുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് രണ്ടുപേരും റൂമിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.